രാവിലെ 100 കൂട്ട പണിയുണ്ട്. അതിൻ്റെ അടുക്ക് നിങ്ങളെ ചായ എന്താ നിങ്ങളെ സ്ട്രോങ് ചായ നുറുക്കും. ആ പത്രമൊക്കെ അവിടെ പൂട്ടി വെച്ച് നിങ്ങൾ കുടിച്ചോ. അടുക്കളയിൽ 100 കൂട്ട പണിയിലോടത്ത് ഞങ്ങൾക്ക് ഓരോ ചായ ഉണ്ടാക്കണം. ചായേ 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 നിക്ക് ഇത്തീർത്ത എന്താ രാവിലെ തന്നെ ഭയങ്കര ബേജാറിലാണല്ലോ. മനസ്സിലാവണില്ല കാക്ക. അവിടെ കണ്ടിട്ട് ഇവിടുത്തെ പരിപാടി ഇതാ. ഞങ്ങളെ കുട്ടികള് എന്റെ കുട്ടികൾ ഇതാക്കണം. ഉപ്പിലിട്ടത്, പഴയ സാധനങ്ങൾ, കട്ടിപ്പത്തിരി, ഇറച്ചിയും പൂളിയും, അങ്ങനെ എല്ലാ സാധനം, ചൈനീസ് ഐറ്റംസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് ഷുഗർ കൂട്ടാൻ താല്പര്യമുണ്ടോ, കേക്ക് ആക്കണു ഒക്കെ ഉണ്ട്. നമ്മൾ എരിവും പുളിയും ഉണ്ട് ഞങ്ങളെ കുട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാക്കണം നിങ്ങൾക്ക് മാണ്ടത്ര ഉപ്പിലിട്ടത് ഇതാക്കണം. വില കൊടുന്ന് വെച്ചിക്കണ്. നിങ്ങൾക്ക് മാണ്ട രീതി മസാല അടിച്ച് തിന്ന. അല്ലാത്താണ് നിങ്ങൾക്ക് ഉപ്പിലിട്ടതാണ് അങ്ങനെ തിന്ന ഒക്കെ തിന്ന. ഓലത വെച്ചിക്കണ്. നിങ്ങൾക്ക് അതാ നിരത്തി വെച്ചിക്കണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നോളി. വെള്ളറച്ചി വെട്ടിയറച്ച് തിന്നോളി. നമുക്ക് ഒരു പ്രശ്നവും. ഇന്ന് റൊക്കം നാളെ കടം. ഇന്ന് കടം കിട്ടൂല. ഇന്ന് കടല്ല, ഇന്ന് റൊക്കം മാത്രം. നാളെ വന്നാ കട. നിങ്ങൾക്ക് എന്താ മാണ്ടീന്ന് പറഞ്ഞു നിങ്ങള്? അപ്പൊ പഴംപൊരിയും ബീഫും ഞാൻ കഴിച്ചു നോക്കി. അടിപൊളിയാണ്. ഇനി അടുത്ത നമ്മളെ മക്കളെ കൈപ്പുണ്യങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതെന്താ ചട്ടിപ്പത്തിരിയാ? ഒരു ചട്ടിപ്പത്തിരി. എന്റെ മോൻക്ക് നമ്മള് ചട്ടിപ്പത്തിരി ഒക്കെ തരും. നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോളി. നിങ്ങൾക്ക് മാണ്ടതൊക്കെ അവിടെ ഉണ്ട്. ഇതെന്താ കഞ്ഞിയോ? ചീരക്കഞ്ഞി, ഈന്തും പൊടി. ഇതെന്താ താളം കൂട്ടാന്. എന്റെ മോൻക്ക് നമ്മള് കുറച്ച് ഈന്തും പൊടി ഒക്കെ കൊടുക്കുക. മോൻ അതിൻ്റെതൊക്കെ അരട്ടേന്ന്. നമ്മളെ മക്കൾ ഉണ്ടാക്കിയല്ലേ. എങ്ങനെയുണ്ട്? ആ നമ്മളെ മോൻ കണ്ടി വരി. നിങ്ങക്ക് നല്ലൊരു സാധനം ഇവിടെ ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ആ സാധനം തരട്ടെ. ഇതാണ് സാധനം. ഓവറൊക്കെ തിന്നാലേ ചിലപ്പോ കൊയ്പ്പൊക്കെ കൂട്ടിട്ട് വല്യമാനെ പറയും. ആദ്യം മുറിച്ച് തിന്നേ. പക്ഷേ അവിടെ കുറെ അറബിച്ചാളെ കാണുന്നുണ്ടല്ലോ. അത് നമ്മളെ അറബിന്റെ പെണ്ണുങ്ങളും ഇരിക്കണ കൗണ്ടറാണ് മോനെ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. ഹൈഫൽ വാൽ. അല്ല തീർത്ത നിങ്ങൾക്ക് അറബിയൊക്കെ അറിയാം. നിങ്ങൾ കുറെ അറബികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മക്ക് അറബി ഒന്നും അറിയില്ല മോനെ. അറബി നമ്മളെ ചങ്ങായി അണ്ടേ. അങ്ങനെ ഞാൻ ഓനെ മലയാളമാണ് പഠിപ്പിച്ച്. ഓ മലയാളം പറയും. ഈ തീർത്ത അവിടെ എന്തൊക്കെ ഒലി വിളമ്പി വെച്ചിക്കണേ? എന്റെ ആൾ ഷേഖപ്ന ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാക്കാക്ക്. അറബിക് കോഫി, ഹുമ്മൂസ്, കുബൂസ്, സാലഡ്, മുത്തബക്ക്, മന്തി, അങ്ങനെ ഒരുപാട് അറേബ്യൻ ഐറ്റംസ് ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ എന്താ ഉള്ളത്? ഇനി നമ്മളെ ചൈനീസ് കുട്ടികൾ ഒരുക്കിയിട്ടുള്ള ചൈനീസ് വിഭവങ്ങൾ നമ്മൾ കാണാം. നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇത്തിരുത്ത ഇതാണ് നിങ്ങളെ ചൈനീസ് കൗണ്ടർ അല്ലേ? ചൈനീസ് കൗണ്ടറിൽ എത്തിയപ്പോ നമ്മളെ നാട്ടുകാരെ ഇക്ബാലൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഫുഡ് ഫൈറ്റർ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പിന്നെ ഫുഡ് ഫെസ്റ്റ് സംഭവം? ഫുഡിനേക്കാളും ഓരോരുത്തരുടെ കോസ്റ്റ്യൂം ഒക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ താത്തിക്കാക്കൊക്കെ സംഭവം സെറ്റാണ്. അതേപോലെ തന്നെ ഫുഡും ചൈനയിലാണ്. ചൈനീസ് ഐറ്റംസ് നമ്മളെ മെമ്പർ ഉണ്ട്, ജുസൈറ മൻസൂർ ഉണ്ട്. ഒന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെയുണ്ട് ഭക്ഷണത്തിന്റെ കാര്യം? ഇപ്പൊ സ്പൈസി ഏരിയന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോ ആദ്യൊരു മോമോസ് കഴിച്ചു. പിന്നെ ഇപ്പോ ചിക്കൻ സൂപ്പാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവര് ഒരു ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സോ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാതും കുട്ടികൾ മെനക്കെട്ട് എല്ലാതും ആ ഫ്ലേവറൊക്കെ അതിൻ്റെതായ രീതിയിൽ ചെയ്തിട്ട് ഇവരുടെ എന്താ പറയാ ഒരു പ്രൊഫഷണൽ അവരൊരു ആരോഗ്യ മേഖലയിൽ മാത്രമല്ല അവര് ഫുഡ് മേഖലയിലും അവരെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോ പിന്നെ പറഞ്ഞ പോലെ ഇതൊക്കെ ബെരൻ ഉണ്ടാക്കിയതായിക്കൂല അല്ല ജിമ്മ? അതൊക്കെ ബെരൻ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ സത്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയതാണ്? അതല്ല വല്ല കാറ്ററിംഗുകാരെ കൊണ്ട് ഉണ്ടാക്കിയതാണ്? ഞാൻ നിങ്ങളെ വീട്ടിൽ ഉമ്മാരെ വിളിച്ച് ചോദിച്ചാൽ ഓല് തിരിച്ചു പറയോ? ഒരു തിരിച്ചു പറയും നിങ്ങൾ ഉണ്ടാക്കിയതല്ലാന്ന് പറയും. അപ്പൊ നമ്മള് ഇത്തിത്താത്താന്റെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഡെസേർട്ട് മധുരം ഐറ്റംസ് ഒക്കെ നമ്മള് വരികയാണ് അല്ലേ? നല്ല രസം. കാക്കാക്ക് കൊടുക്കി മക്കളെ. കാക്ക് വന്ന് ചോദിച്ചിട്ടുണ്ടില്ലേ? കൊടുക്കി അങ്ങട്ടെ. ഇതെന്താ സാധനം? ഇതിന്റെ വല്യമ്മക്ക് ഇങ്ങനത്തെ ഒക്കെ അറിയാം. വല്യമ്മ തിന്നലല്ലേ ഷുഗർ ആണ് പറഞ്ഞിട്ട് ഇന്ന ഇവർക്ക് വല്യമ്മക്ക് അടക്കിയും മുറുക്കാനും അറിയുള്ളൂ. അതറിയാം. ഏതായാലും ഇത്തിത്താത്താന്റെ മക്കളെ ഫുഡ് ഫെസ്റ്റ് അടിപൊളിയായിട്ടോ. ഓരോ കൗണ്ടറും വ്യത്യസ്തമായിരുന്നു. നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഡെസേർട്ടിൽ കപ്പ് കേക്ക്, ചോക്ലേറ്റ് കപ്പ് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കുന്നുംപുറം ദാറുഷിഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥികൾ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിലാണ്. അതിൻ്റെ മാനേജ്മെൻറ്റും സ്റ്റാഫും എല്ലാം ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ഹാരിസ്, ദാറുഷിഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പളാണ്. നമ്മൾ കുട്ടികൾക്ക് വർഷാവർഷം ഇതുപോലെ അവരെ വ്യത്യസ്തമായ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുന്നതാണ് നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റ്. അതിൽ അവർ വീട്ടിൽ നിന്നുണ്ടാക്കി അവരെന്നെ സ്വന്തം കൈകൊണ്ട് അവർ വീട്ടിൽ നിന്നുണ്ടാക്കി വരുന്ന വ്യത്യസ്ത രുചി അടങ്ങിയ ഭക്ഷണങ്ങളാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ എൻ്റെ മക്കൾ ഉണ്ടാക്കിയിരിക്കണേ, ഇതൊക്കെ നിങ്ങൾക്ക് നമ്മളെ ശകലം മോൻ കാണിച്ചെന്നില്ലേ? അപ്പോൾ ഓൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് പറ്റണൊക്കെ ഉണ്ട് ചെയ്തോളി മക്കളെ. എന്തായാലും ദാറുഷിഫ കൊല്ലത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതുകൊണ്ട് നമുക്ക് വെറൈറ്റി സാധനങ്ങൾ കുട്ടികളുടെ അടുത്തുനിന്ന് വാങ്ങി കഴിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അതിലുള്ളൊരു സന്തോഷം ദാറുഷിഫനോടും ഇവിടെ എഫേർട്ട് എടുത്തത് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വിദ്യാർത്ഥികളോടും അറിയിക്കുകയാണ് കേട്ടോ. വിഭവങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും, വീഡിയോ ഷെയർ ചെയ്തോളി, ലൈക്ക് ചെയ്തോളി. ആരെങ്കിലുമൊക്കെ ചാനൽ ഫോളോ ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.